അപ്പോൾ ഗായ്സ് നമ്മൾ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ചൈന. ഇത് നോക്കിയാ ഈ ഓട്ടോ എല്ലാവരും നല്ല സൈക്കിളിലെല്ലാം പോകുന്നുണ്ട് രാവിലെ തന്നെ. മോർണിംഗിൽ തന്നെ ഭയങ്കര ടെൻഷൻ അടിച്ച് നടക്കുന്നത് തന്നൂക്ക. ടൈമായി ഇവിടെ പോയുള്ള ടൈം. തന്നൂക്ക് 5 മണിക്ക് ഇറങ്ങണം, 8 മണിക്കുള്ളിൽ കയറണം. അതാ ഇതിപ്പോ എത്ര ലെയർ? ഞാനിപ്പോ 3 ലെയർ ഇട്ടത്. തന്നൂക്ക 3 തെർമല്, ടീഷർട്ട്, അങ്ങനെ നമ്മളിതാ ടാക്സിയിലേക്ക് കയറുകയാണ്. നമ്മളിപ്പോൾ ഫോർബിഡൻ സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ കാറ് കയറിയപ്പോൾ നല്ല ചൂടെടുക്കുന്നുണ്ട്. നമ്മൾ ചൈനയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ കൂടെ ക്യാരി ചെയ്യണം. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ചൈനയിൽ ടിക്കറ്റ് സിസ്റ്റംസ് ഫോർ ട്രെയിൻ, ഫ്ലൈറ്റ് ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ മെയിൻ അട്രാക്ഷൻസ് ഒക്കെ ഈ ഒരു ടിക്കറ്റ് സിസ്റ്റം ലിങ്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ പാസ്പോർട്ടിലാണ്. അതായത് നമ്മൾ ഫോറിനേഴ്സ് എവിടെ പോയാലും ഏത് മെയിൻ അട്രാക്ഷനിൽ പോയാലും വി മസ്റ്റ് പ്രൊവൈഡ് ദ പാസ്പോർട്ട് നമ്പർ. ഈവൻ നമ്മൾ ബുക്കിംഗ് ടിക്കറ്റ് ഓൺലൈൻ എടുക്കുമ്പം വരെ അത് ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ അതായത് അഡ്വാൻസ് ബുക്കിംഗ് ഈസ് വെരി മസ്റ്റ്. കാരണം നോർമലി നമ്മൾ ഏത് കൺട്രിയിൽ പോയാലും നമുക്ക് മെയിൻ അട്രാക്ഷൻസൊക്കെ സെയിം ഡേ നമുക്ക് ടിക്കറ്റ് ഈസി ആയിട്ട് കൗണ്ടറിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ബട്ട് ചൈന എന്തൊക്കെയാണെങ്കിലും അത് പറ്റുന്നില്ല. കാരണം വി നീഡ് ടു ബുക്ക് ടിക്കറ്റ്സ് അഡ്വാൻസ്, അല്ലേ വെറുതെ നമ്മുടെ ഒരു ഡേ പോകൂ. അതുകൊണ്ട് നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ ആക്ച്വലി ദുബായിൽ നിന്ന് തന്നെ അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുക ചെയ്തത്. പിന്നെ എല്ലാ ടൂറിസ്റ്റ് സൈറ്റ്സിലും നമുക്ക് പാസ്പോർട്ട് അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്കാൻ ചെയ്യാണ്, അല്ലെങ്കിൽ അവർ മാനുവലായിട്ടും ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ വെരിഫിക്കേഷന് വേണ്ടി. ബാക്കിയൊക്കെ ഈസിയാണ്. നമ്മൾ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഈസി ആയിട്ട് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ഈസിയാണ്. പിന്നെ നമ്മൾ ബുദ്ധിമുട്ടിയ കാര്യം ചൈനയിൽ മെയിനായിട്ട് ലാംഗ്വേജ് തന്നെയാണ്. കാരണം മോസ്റ്റ്ലി നമ്മളിപ്പോൾ ഏതൊരു കൺട്രി പോയാലും ഇപ്പോൾ മെയിൻ അട്രാക്ഷൻ അല്ലെങ്കിൽ അവിടുത്തെ പ്ലേസസ് ഓർ ലാൻഡ്മാർക്സ് ഓക്കെ അവർക്ക് ഏത് കൺട്രിക്കും ഇവൻ നമ്മുടെ ഇന്ത്യക്കും നമ്മുടേതായ ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും അതിനൊരു മലയാളം പേരുണ്ടാവും. ബട്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ലോക്കൽസ് ഈവൻ ടാക്സി ഡ്രൈവേഴ്സിന് വരെ ദേ കാൻറ്റ് ഈവൻ റെക്കഗ്നൈസ് ദ ഇംഗ്ലീഷ് നെയിം. ലൈക്ക് നമ്മളിപ്പോൾ ഫോർബിഡൻ സിറ്റി അങ്ങനെ പറഞ്ഞാൽ അത് അവിടുത്തെ മെയിൻ അട്രാക്ഷനാണ്. പക്ഷെ അതവർക്ക് മനസ്സിലാവുന്നില്ല. അതിനവർ പറയുന്നത് പിന്നെ നമ്മൾ പഠിച്ചു സോജീൻ ചങ് എന്നാണ് പറയുന്നത്. ഇവൻ നമ്മൾ ഫോർബിഡൻ സിറ്റി പറഞ്ഞാൽ തീരെ മനസ്സിലാവുന്നില്ല അവർക്ക്. അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. സോ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല ആദ്യം ടാക്സി എടുത്തു. അങ്ങനെ അതാ പുതുമണവാട്ടി ഇറങ്ങുകയായി. പുതുമണവാളനും വരുന്നുണ്ട്. തന്നൂക്ക് ഇറങ്ങുന്നില്ലേ? അങ്ങനെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് ഷാനു ബിസിയാണ് ലൊക്കേഷൻ നോക്കുന്നത്. ഇവിടെ മാസ്ക് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വേണം. തന്നൂക്ക് ചോദിക്കുകയാണ്. തന്നൂക്ക് വഴി ചോദിച്ചു വരാം. അങ്ങനെ നമ്മൾ കോഫി കുടിക്കാൻ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് എല്ലാവരും കോഫി കുടിച്ചു പോകും. കാരണം നല്ല തണുപ്പ് വീണ്ടും തുടങ്ങി. ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. തന്നൂക്ക് ഇതാ ഇവിടെ വന്നിരിക്കുകയാണ്. നല്ല ദേഷ്യത്തിലാണ്. വെറുതെ എന്തെങ്കിലും പറയണ്ടേ? നല്ല രസമുണ്ട്. ഷാനു ഇതാ ചീസ് കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയാം, അതിൻ്റെ അഭിപ്രായം പറ. അങ്ങനെ നമ്മൾ മോർണിംഗ് എന്ത് കോഫി തന്നൊക്കെ ലാറ്റെ. ദിസ് ഈസ് ഹോട്ട് ചോക്ലേറ്റ്. അപ്പൊ നമ്മൾ വന്നിട്ടില്ല കുടിക്ക്. ഇത് നമ്മളെ ലാറ്റെ വന്നിട്ടുണ്ട്. നമ്മൾ
തായ്ലാൻഡിൽ പോയപ്പോൾ മണ്ണ് നല്ല ചൂട്, ഇവിടെ എത്തിയപ്പോൾ പറ്റുന്നത് നല്ല തണുപ്പ്. നമ്മളതാ ജൈന്റ് ബർഗർ അല്ലേ ഓർഡർ ചെയ്തിട്ടുണ്ട്. 3 തന്നെ ഓർഡർ ചെയ്ത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. റബ്ബേ കോഫി അടക്കളായി പോയി. മുന്നല്ല മാന്യത്തിയായി പോയി. ഗ്ലബ്സ് ഒക്കെ ഇട്ടിട്ടാണ് ബർഗർ കഴിക്കുന്നത്. എൻ്റെ മോനെ ഷാനും അടക്കുക, കാരണം ഭയങ്കര ജ്യൂസിയാ, അല്ലെങ്കിൽ കയ്യിൽ മൊത്തമാവാ. നമ്മൾ അടുത്ത ടാക്സിയിലേക്ക് കയറാണ്. നേരത്തെ ടാക്സി ഓക്കെ ആയില്ല, അത് ഫുഡ് കഴിഞ്ഞ് ഇനി നെക്സ്റ്റിലേക്ക് കയറാണ്. ഷാനു ഇവരെന്തൊക്കെ നമുക്ക് അവരെ പേര് ഫോട്ടോ എടുക്കാനോ വേവാ. ഇവിടെ കുറെ ആൾക്കാർ പോന്ന അതാ. അങ്ങനെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തണുക്കുന്നുണ്ട്, അതാ ഇങ്ങനെ മാസ്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പൊന്നൂസ് എടുപ്പ്. നല്ല രസമല്ലേ വീഡിയോ കാണാൻ, നല്ല രസമുണ്ട് കേട്ടാ. പൊന്നൂന് ലേശം തണുക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. I feel like this is correct. What is wrong with this? ഇപ്പം നമ്മൾ കയറാൻ പോകുന്നതാണ് പാലസ് മ്യൂസിയം. കുറേ നടക്കുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്, ബട്ട് നല്ല രസമുണ്ട്. ഇറ്റ്സ് റിയലി നൈസ്. നോക്കിയാ നമ്മളെ ചുറ്റുമുള്ള വ്യൂ, മാഷാ അല്ലാഹ്. ഭയങ്കര, നമ്മളെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ല വീതി വിസ്താരമുള്ള സ്ഥലം. ഇറ്റ്സ് സോ നൈസ്. ഇപ്പം നമ്മൾ നിൽക്കുന്നതാണ് ഫോർബിഡൻ സിറ്റി, അതായത് ചൈനയിലെ ബീജിങ്ങിലുള്ള ഫോർബിഡൻ സിറ്റി. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് ലാൻഡ്മാർക്സ് ഇൻ ദ വേൾഡ്. ആക്ച്വലി ഫോർബിഡൻ സിറ്റി എന്ന് പേര് വരാൻ തന്നെ കാരണം ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. അതായത് ഓൺലി ദ എംപറേഴ്സ് ആൻഡ് ഹിസ് ഫാമിലി ഓർ സെലക്റ്റഡ് ഒഫീഷ്യൽസ് വെർ അലൗഡ് ഇൻസൈഡ്. ബാക്കിയുള്ള ആർക്കും അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈം. അതുകൊണ്ടാണ് ഫോർബിഡൻ സിറ്റി എന്നൊരു പേര് വന്നത്. നമ്മളെ പൊന്നൂസിൽ നോക്കിയാ നല്ല തണുപ്പുണ്ട് കേട്ടോ. എൻട്രൻസിൽ തന്നെ നമുക്കൊരു ഓഡിയോ ഗൈഡ് ഡിവൈസ് വേണമെങ്കിൽ റെൻ്റിൽ എടുക്കാം. അത് ശരിക്കും യൂസ്ഫുള്ളായി, കാരണം മൾട്ടിപ്പിൾ ലാംഗ്വേജ്, അതിൽ ഇംഗ്ലീഷിലും അവൈലബിൾ ആയിരുന്നു. നീയില്ലേ പൊന്നും എല്ലാം കേട്ടിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇന്ത്യക്കാരെ പോലെ ഫോട്ടോ എടുക്കാൻ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. എന്താന്നറിയില്ല, ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുക ഫോട്ടോ എടുക്കട്ടെ, ഫോട്ടോ എടുക്കട്ടെ, ഫോട്ടോ എടുക്കട്ടെ. അന്നെ കാണാൻ വന്നിട്ട് ഇതിങ്ങനെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ അതിനേ സമയം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അത്ര മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമായ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര വെൽക്കമിങ് ആണ്. ഒന്നാമത് നമ്മളാ ഇന്ത്യക്കാരായിട്ട് നമുക്ക് കാണുന്നുള്ളൂ ഇവിടെ. അവർക്ക് നമ്മളെ ഇഷ്ടമായിരുന്നു നല്ല. അല്ല, നോർമലി നമ്മൾ എവിടെ പോയാലും നമുക്ക് നമ്മളെ ഈവൻ മലയാളികളെ തന്നെ എന്തായാലും കാണാറുണ്ട്.
പക്ഷെ ഇവിടെ കാണുന്നേ ഇല്ല. പക്ഷെ ഇവിടുത്തെ ചെറിയ കുട്ടികൾ വരെ ഭയങ്കര എന്താ ഇന്ത്യൻസ് ഒന്നുമില്ല. അല്ല നോർമലി നമ്മൾ മലയാളികളെ വരെ കാണലില്ലേ. ആക്ച്വലി ഈ ഫോർബിഡൻ സിറ്റി പറയുന്നത് ഇറ്റ്സ് വെരി ഹ്യൂജ്. അറൗണ്ട് 900 ബിൽഡിങ്സ് ആൻഡ് 9000 റൂംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഹോൾ ഓഫ് സുപ്രീം ഹാർമണി, അതായത് ബിഗ്ഗസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബിൽഡിംഗ്. ഈ എംപറേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ പണ്ട് കാലത്ത് മീറ്റിംഗ്സ് ഒക്കെ കൂടിയത് ഇവിടെയാണ്. പിന്നെ ഈ ഒരു ഫോർബിഡൻ സിറ്റീൻ്റെ മെയിൻ എന്താ പറയുക, അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റാൽ റൂഫ്സൊക്കെ കണ്ട ഗോൾഡൻ കളറായി, പിന്നെ വാൾസൊക്കെ വരുന്നത് റെഡ്, പിന്നെ ഒരു മൊത്തത്തിലൊരു ട്രഡീഷണൽ ചൈനീസ് സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതാണ് ഈ ബ്രോൺസ് വാട്ടർ വാറ്റ്. അതെന്തിനാന്ന് വെച്ചാൽ യൂസ് ടു സ്റ്റോർ വാട്ടർ, അതായത് ഇൻ കേസ് ഓഫ് ഫയർ. മെയിൻ റീസൺ എന്താ പറയുന്നതെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ബിൽഡിംഗ് അവിടെ ഉണ്ടാക്കിയത് മൊത്തം വുഡ്സിലാണ്. അപ്പോൾ ഫയർ വരുമ്പോൾ ഒരു മെയിൻ ഡേഞ്ചർ ഉണ്ടാവുമല്ലോ, ആ ഒരു എമർജൻസിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ബ്രോൺസ് വാട്ടർ വാറ്റ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മൊത്തം അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. കാട്ടുവേലി ചെയ്യണം. ഓക്കെ റെഡി. പാൻറ്റൊക്കെ അഴിഞ്ഞു പോകുന്നുണ്ട്. റെഡി സ്റ്റഡി. നല്ല തണുപ്പുണ്ട് കേട്ടോടാ, മൈനസാ. ഇറ്റ്സ് ഓക്കെ പൊന്നു. 1 2 3 Good job. So this is a stone carving which was made very before, and it weighs 200 tons, which means 200,000 kgs, and then it took like 20,000 workers to carry this in 28 days and put it here. Oh my goodness. Yes, it's a single stone. It took them 20,000 soldiers or people, I don't really remember, which took around 28 days to keep it here. And it's a single stone and it weighs 200,000 kg. ഇതാണ്ട ഫുള്ള് ബാംബു. ശരിക്കും ഇത് നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ട്. ആഹാ ഐസ്ക്രീം നല്ല ഒന്ന് തിന്നാൻ റെഡിയാ. ഇത് നമുക്ക് സുവനീർ ആയിരിക്കും അല്ലേ. പൊന്നു ടയേർഡായി എന്ന വിവരം സസന്തോഷം അറിയിക്കുകയാണ്. It looked so pretty. Every time we see fake in Dubai, Thailand, Hong Kong, and now I feel like I'm in fake. പൊന്നിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പൊന്നിന് ഈ ഡ്രസ്സൊന്നും വേണ്ട, എന്നിട്ട് ഫ്രീ ആയിട്ട് നടക്കണം. പക്ഷെ നടക്കാനും പറ്റണില്ല തണുപ്പുകൊണ്ട്. അങ്ങനെ തന്നൂക്കിയും ഷാനുവും വരുന്നുണ്ട്. ചൈനീസ് സ്നിക്കേഴ്സ്. ഇവിടെ എല്ലാ ടിക്കറ്റ് നമ്മൾ പാസ്പോർട്ട് നമ്പർ എടുക്കണം. ബിക്കോസ് പാസ്പോർട്ട് സ്കാൻ ചെയ്ത് നമ്മൾ ഇവിടെ കയറി കേട്ടോ ടിക്കറ്റ്. സോ ഓൾറെഡി ടിക്കറ്റ്സ് ഇൻസൈഡ് ദി പാസ്പോർട്ട്. അതുകൊണ്ട് എന്തായാലും പാസ്പോർട്ട് ക്യാരി ചെയ്യണം. ഇതാണ് ഈ ഫോർബിഡൻ സിറ്റിയുടെ, അതായത് മൊത്തത്തിലുള്ള പാലസിൻ്റെ റൂട്ട് മാപ്പ്. അങ്ങനെ സത്യം പറഞ്ഞാൽ 1 whole ഡേ തന്നെ നമുക്ക് അതിനകത്ത് ശരിക്കും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളൊരു ഹാഫ് ഡേ എടുത്ത് പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അങ്ങനെ നമ്മൾ തൽക്കാലം അവിടെ നിന്ന് ഇറങ്ങി. സത്യം പറഞ്ഞാൽ നല്ല തണുപ്പുണ്ടായിരുന്നു, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ചൈനയിൽ, അതായത് ബെയ്ജിങ്ങിൽ പോയാൽ എന്തായാലും മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് ഫോർബിഡൻ സിറ്റി.
അപ്പോൾ ഈ ഒരു വീഡിയോയിലുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ബീജിങ്ങിലുള്ള ഒരുപാട് വിശേഷങ്ങളായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ വിശേഷങ്ങളുമായി വരുന്നതുവരെ Ma salama.